ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭമായ ഞാൻ ബറോസ് ഉൾപ്പെടെയുള്ള ഒത്തിരി സിനിമകൾ ഇറങ്ങിയ ഒരു ഡിസംബറാണ് കഴിഞ്ഞു പോയത്. അതിൽ തന്നെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ തക്ക നേട്ടമുണ്ടാക്കിയ പല സിനിമകളും ഉണ്ടായിരുന്നു. ഒപ്പം പതിവ് പോലെ ആരും അറിയാതെ വന്നുപോയതുമായ പടങ്ങളും ഉണ്ടായിരുന്നു. 2024 മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് റിലീസുകൾ ഉണ്ടായിരുന്ന ഒരു മാസം കൂടിയായിരുന്നു ഡിസംബർ. അതില് വിജയമായ സിനിമകൾ എന്തുകൊണ്ട് വിജയമായെന്നും പരാജയമായ സിനിമകൾ എന്തുകൊണ്ട് പരാജയമായെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ഈ ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ ചില പടങ്ങളൊക്കെ ആരും അറിയാതെ അങ്ങ് വന്നു പോയപ്പോൾ അത്യാവശ്യം ഒരു 4 പേര് അറിഞ്ഞ് റിലീസായ ആദ്യത്തെ സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്. തുടരെ വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ആഷിഖ് കപൂറിന്റെ അടുത്ത ചിത്രം എന്ന നിലയിൽ ഒട്ടും ഹൈപ്പ് ഇല്ലാതെ ആർക്കും പ്രതീക്ഷയില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്. ആഷിഖ് കപൂർ സംവിധാനത്തിലുപരി ആദ്യമായി ക്യാമറ കൈകാര്യം ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു റൈഫിൾ ക്ലബ്. അതുവരെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങുന്നു ഡിസംബർ 4. അവിടെ കളി മാറി. അമ്മാതിരി വെടിച്ചിൽ ഐറ്റമായിരുന്നു ട്രെയിലർ. മറ്റു പ്രൊമോഷൻ പരിപാടികളൊന്നും ഇല്ലാതിരുന്ന പടത്തിന്റെ ഈ ഒരു ഒറ്റ ട്രെയിലറാണ് ഡിസംബർ 19 ആളുകളെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആദ്യ ദിവസം ബിരിയാണി പ്രതീക്ഷിച്ചു വന്നവർക്ക് ഇനി ചിലപ്പോൾ ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ, നല്ലൊരു കിഡിലൻ അൽഫാം മന്തി തന്നെയായിരുന്നു ആഷിഖ് കപൂർ വിളമ്പിക്കൊടുത്തത്. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്, നോട്ട് ഹായ് മഹായ്. പണ്ട് നമ്മുടെ LJPയുടെ ഡബിൾ ബാരൽ ഇറങ്ങിയപ്പോ അടിയില്ല വെടി മാത്രം എന്നൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. ആ ടാഗ് ലൈൻ ഏറ്റവും സ്യൂട്ടബിൾ ആയി തോന്നിയത് ഈ സിനിമയ്ക്കാണ്. അടിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ പടത്തിൽ വലിയ കഥയും ഒന്നുമില്ല. ഒരു യൂഷ്വൽ ഗാങ്സ്റ്റർ റിവെഞ്ച് സ്റ്റോറിയിൽ അന്യായ ആക്ഷൻ ബ്ലോക്കുകളും മലയാള സിനിമയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഷൂട്ട് ഔട്ട് സീനുകളും കൊണ്ടുവന്ന് വേറൊരു ലെവലിൽ പണി വച്ചു ആഷിഖ് കപൂർ എന്ന സംവിധായകൻ. പടം ഇത്രയും ഗംഭീരമാകാനുള്ള മറ്റൊരു കാരണം പടത്തിന്റെ കാസ്റ്റിംഗ് ആയിരുന്നു. ഹനുമാൻ കൈൻഡിനെയും അനുരാഗ് കശ്യപിനെയും ഒക്കെ കൊണ്ടുവന്നതും വിജയരാഘവനെയും വാണി വിശ്വനാഥിനെയും ഒക്കെ ഇന്നുവരെ കാണാത്ത തരത്തിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തതും പടത്തിനെ നല്ല രീതിക്ക് അപ്ലിഫ്റ്റ് ചെയ്തു. റെക്സ് വിജയന്റെ അന്യായ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആഷിഖിന്റെ സിനിമാറ്റോഗ്രഫിയും ഉൾപ്പെടെ പടത്തിന്റെ ടെക്നിക്കൽ സൈഡ് ടോപ്പ് നോച്ച് ആയിരുന്നു. അങ്ങനെ ആദ്യ ദിവസം വൻ റിവ്യൂസ് കിട്ടി ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന റൈഫിൾ ക്ലബിനെ തടയിട്ടുകൊണ്ട് തൊട്ടടുത്ത ദിവസം, അതായത് ഡിസംബർ 20 അവൻ അവതരിച്ചു. അവൻ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകേണ്ടിയിരുന്ന റൈഫിൾ ക്ലബിനെ ഒരു സൂപ്പർ ഹിറ്റിൽ ഒതുക്കി. ക്രിസ്മസ് റിലീസുകളിൽ ഏറ്റവും ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു ഉണ്ണി മുകുന്ദന്റെ ഹനീഫ് അദേനി ചിത്രം മാർക്കോ. രാമചന്ദ്ര ബോസാൻകോ എന്ന OTT-കാർക്ക് പോലും വേണ്ടാതായ യമകണ്ഠ ഗുണ്ടിന് ശേഷം ഹനീഫ് അദേനിയുടെ അടുത്ത പടമെന്ന നിലയിൽ ചിലർക്കൊക്കെ മാർക്കോയിൽ ഒരു പ്രതീക്ഷക്കുറവ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന നിലയിൽ പടം മാർക്കറ്റ് ചെയ്യപ്പെട്ടപ്പോഴും സിനിമയിലെ വയലന്റ് സീനുകളെ പറ്റി പലരും ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പലരും അതിനെ പുച്ഛിച്ചതിന് കാരണവും ഇതേ ഹനീഫ് അദേനിയിലുള്ള വിശ്വാസക്കുറവ് മൂലമായിരുന്നു. എന്നാൽ സൈലന്റായി തനിക്കെതിരെ വന്ന എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടി അണിയറയിൽ ഒരുക്കുകയായിരുന്നു ഹനീഫ് അദേനി. മിഖായേലിലെ മാർക്കോ എന്ന ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് ആയി ഈ പടം അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ പലരും ഇതിനെ വട്ടത്തിൽ ട്രോൾ ചെയ്തിരുന്നു. പക്ഷേ ഇതിന്റെ ഫസ്റ്റ് ലുക്കും ആ ടീസറും അങ്ങ് ഇറക്കി വിട്ടപ്പോൾ ഈ കളിയാക്കിയവന്മാരെ തന്നെ കാത്തിരിക്കാൻ തുടങ്ങി. പിന്നെ ഈ പടത്തിന്റെ ഹൈപ്പ് കുത്തനെ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കേരളത്തിലെ പല ജില്ലകളിലുമുള്ള ക്രിയേറ്റീവായ 100 കണക്കിന് ചെറുപ്പക്കാർ. അവർ റീക്രിയേറ്റ് ചെയ്ത മാർക്കോയുടെ ടീസറുകൾ. എന്നാൽ അവരെല്ലാം ഉപയോഗിച്ച് ഈ പടം മാർക്കറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണ്ട ഒരു അംഗീകാരം കൊടുക്കാതെ പ്രീ പ്ലാൻഡ് ആക്കി വെച്ച കുറച്ച് റിസൾട്ട് പുറത്തു വിട്ടതൊക്കെ ഒരുമാതിരി നൈസായിട്ട് ഒഴിവാക്കിയ പോലെ ആയിപ്പോയി. ആ പെണ്ണിന്റെ നീര് വെച്ച് ചണ്ടിയായപ്പോ ആ സാധനത്തിനെ കാട്ടിലോട്ട് തൂക്കി എറിഞ്ഞ് ഇറക്കനങ്ങ് മുങ്ങി. പക്ഷേ ഇതൊക്കെ എന്തായാലും പടത്തിന് ഗുണമായി. റിലീസിന്റെ തലേന്ന് വരെ ഒരു ചർച്ചാ വിഷയമായി മാർക്കോ ലൈം ലൈറ്റിൽ നിന്നു. അതൊക്കെ തന്നെയാവും മാർക്കറ്റിംഗ് ടീമും ഉദ്ദേശിച്ചത്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ അന്യായ പോസിറ്റീവ് റെസ്പോൺസ് ആണ് പടത്തിന് ലഭിച്ചത്. മലയാള സിനിമയിൽ അല്ല, ഇന്ത്യൻ സിനിമയിൽ ഇന്നേ വരെ കാണാത്തത്രയും വയലൻസ് സീനുകൾ നിറഞ്ഞ സിനിമയായിരുന്നു മാർക്കോ. നമുക്കറിയാം, കിൽ ആൾറെഡി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത പടമായിരുന്നു. മാർക്കോ അതുക്കും മേലെ വയലൻസ് കൊണ്ടുവന്ന്
ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ചു. പടത്തിന് നോർത്ത് ഇന്ത്യയിൽ ലഭിച്ച വൻ സ്വീകാര്യത അതിന് തെളിവാണ്. സമാജം സ്റ്റാർ ആയിരുന്ന ഉണ്ണി മുകുന്ദൻ ഇപ്പോ മാർക്കോയിലൂടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി. 20 കോടി അടുപ്പിച്ച് ബഡ്ജറ്റിൽ വന്ന പടം ഇപ്പൊ 100 കോടിയും കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് തെലുങ്ക് ഉൾപ്പെടെ പടം എല്ലായിടത്തും കൊളുത്തി. രവി ബാസുറിന്റെ ബീജിയം ഒക്കെ കൊടുത്ത എലിവേഷൻ ചില്ലറയൊന്നുമല്ല, അമ്മാതിരി ലെവലായിരുന്നു ഇതിലെ ബീജിയം എല്ലാം. അതുപോലെ തന്നെ പ്രശംസിക്കേണ്ട ഒന്നാണ് മാർക്കോയിലെ മേക്കപ്പ്. സുധി സുരേന്ദ്രന്റെ ടീം കിട്ടലിനായി തന്നെയാണ് അത് കൈകാര്യം ചെയ്തത്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ കുറച്ച് സാധനങ്ങളൊക്കെ അത് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകുന്നുള്ളത് പറയത്താണ്. ഒരു സിനിമയിൽ നായകനേക്കാൾ മുകളിൽ വില്ലന്മാർ കയറി സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് മാർക്കോയിൽ നമ്മൾ കണ്ടത്. ക്ലൈമാക്സിലെ കബീർ സിംഗ് ദുഹാന്റെ എൻട്രിയും ശേഷമുള്ള കട്ട വയലൻസ് ഒക്കെ അതിന് ഉദാഹരണം. അല്ലെങ്കിലും വില്ലന്മാർ ശക്തരായാലല്ലേ നായകന്മാർക്ക് മാസാവാൻ പറ്റും. സ്ഥിരം ഹനീഫ് സിനിമകളിലെ പോലെ സ്ക്രിപ്റ്റ് ഒക്കെ തോൽവിയായി പോയെങ്കിലും പുള്ളി എന്ന ഫിലിം മേക്കറുടെ അന്യായ മേക്കിംഗ് കൊണ്ടാണ് ഈ പടം ആൾക്കാർക്കിടയിൽ ഇത്രത്തോളം സ്വീകാര്യത നേടിയത്. എന്തായാലും ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ടല്ലേ മാസ്റ്റർ സിനിമയിലെ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതെന്ന് നമ്മുടെ അനൂപ് ജി പറഞ്ഞ പോലെ. ഒരൊറ്റ വെള്ളിയാഴ്ചയല്ലേ മാസ്റ്റർ സിനിമയിലെ കാര്യങ്ങൾ തീരുമാനമാവുന്നത്. ഇത് അവന്റെ വെള്ളിയാഴ്ചയാണ്. ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ട് ഉണ്ണി മുകുന്ദൻ എന്ന സൂപ്പർ സ്റ്റാറിന്റെ ഉദയം മാർക്കോ അടയാളപ്പെടുത്തി. ഞാൻ വന്നപ്പോ മുതലുള്ള ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. എക്സ്ട്രാ ഡീസന്റ്. വിലാസിനി സിനിമാസിന്റെ ബാനറിൽ സുരാജ് വെഞ്ഞാറമൂട് ആദ്യമായി നിർമ്മിച്ച് പുള്ളി തന്നെ നായകനായ സിനിമയായിരുന്നു ഇഡി. ഈ വിലാസിനി എന്നുള്ളത് സുരാജ് ഏട്ടന്റെ അമ്മയുടെ പേരാണ്. സുരാജിനൊപ്പം ലിസ്റ്റിൻ സ്റ്റീഫനും ഈ സിനിമയിൽ ഒരു നിർമ്മാണ പങ്കാളിയായിരുന്നു. ആയിഷ എന്ന മഞ്ജു വാര്യർ സിനിമയ്ക്ക് ശേഷം ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇഡി. ഒരുപാട് കാലത്തിന് ശേഷം സുരാജ് ഏട്ടനെ ഒരു കംപ്ലീറ്റ് ക്ലീൻ ഷേവ് ലുക്കിൽ, അതായത് ഈ ഒരു ലുക്കിൽ കണ്ട സിനിമ കൂടിയായിരുന്നു ഇഡി. സുരാജ് ഏട്ടനെ സീരിയസ് റോളുകളിൽ ഇങ്ങനെ കണ്ട് മടുത്തിരുന്ന നമ്മൾ പ്രേക്ഷകർക്കും അത് ചെയ്ത് മടുത്തിരുന്ന സുരാജ് ഏട്ടനും ഒരു ഫ്രഷ് ഫീൽ കിട്ടിയ പോലെ ആയിരുന്നു ഇഡി. ഒരു മുകുന്ദനുണ്ണി വൈബിൽ ഡാർക്ക് കോമഡിയാണ് പടം മൊത്തത്തിൽ. ചിലയിടത്ത് അതൊക്കെ ഏറ്റെങ്കിലും മൊത്തത്തിൽ ആ ഒരു ഡാർക്ക് കോമഡി അങ്ങോട്ട് വർക്ക് ആയില്ല പടത്തിൽ. മാർക്കോയ്ക്കും റൈഫിൾ ക്ലബിനും ഇടയിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇഡിക്ക് ഇല്ലായിരുന്നു. വ്യത്യസ്തത പരീക്ഷിക്കാനുള്ള നല്ലൊരു ശ്രമം ഉണ്ടായിരുന്നെങ്കിലും പടം പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ കഴിയാതെ പോയി. ഒരിക്കലും ഇതൊരു മോശം പടമല്ല, പക്ഷേ ഇതുപോലൊരു ക്രിസ്മസ് ക്ലാഷിൽ ഇറക്കാതെ ഇൻഡിപെൻഡന്റ് റിലീസായി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ബോക്സ് ഓഫീസിൽ നല്ല രീതിക്ക് വർക്ക് ആയാനെ പടം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ കയറിയെങ്കിലും വലിയൊരു ചലനമൊന്നും ഉണ്ടാക്കാതെ ഇഡി തിയേറ്റർ വിട്ടു. ഞാൻ ബറോസ്. ക്രിസ്മസ് റിലീസുകളിൽ ഏറ്റവും അവസാനം റിലീസായ സിനിമയായിരുന്നു ലാലേട്ടന്റെ സംവിധാനത്തിൽ വന്ന ബറോസ്. 1980 ഡിസംബറിലെ മഞ്ഞു പെയ്യുന്ന ഒരു രാത്രിയിൽ മലയാള സിനിമയുടെ തിരശ്ശീലയിൽ ആദ്യമായി തെളിഞ്ഞ മുഖം. 44 വർഷങ്ങൾക്ക് ശേഷം അതേ മുഖം ഒരു പുതുമുഖ സംവിധായകനായി മലയാള സിനിമയിൽ വീണ്ടും അരങ്ങേറി. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അഥവാ നമ്മുടെ ലാലേട്ടൻ. പക്ഷെ ഇത്തരം വിസ്മയങ്ങൾ കൊണ്ടും കോയിൻസിഡൻസുകൾ കൊണ്ടും ഒന്നും പടത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചില്ല. റിലീസിന് മുൻപുണ്ടായിരുന്ന ഹൈപ്പിനോട് 100% നീതി പുലർത്തിയ ചിത്രമായിരുന്നു ബറോസ്. കാരണം റിലീസിന് മുമ്പും ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു, റിലീസിന് ശേഷവും. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ എല്ലാവരും അത് ആഘോഷിച്ചപ്പോൾ ദാ വരുന്നു ഇതൊരു കുട്ടികളുടെ സിനിമയായിരിക്കും എന്നുള്ള അനൗൺസ്മെന്റ്. ജിജോ പുന്നൂസിന്റെ സ്ക്രിപ്റ്റിലാണ് പടം വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ താഴ്ന്ന പ്രതീക്ഷ വീണ്ടും ഉയർന്നു. പക്ഷേ എന്ന് അദ്ദേഹം ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയോ അന്ന് മുതൽ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പലർക്കും മനസ്സിലായി. കോവിഡിന് മുന്നേ 2019 അനൗൺസ് ചെയ്ത പടം 2021 മാർച്ചിൽ ഷൂട്ട് തുടങ്ങിയ പടം. പക്ഷേ കോവിഡ് വ്യാപനം മൂലം ഷൂട്ട് നിർത്തിവെക്കേണ്ടി വരുന്നു. പിന്നെ കോവിഡിന്റെ വ്യാപനം പതിയെ മാറി എല്ലാം പഴയപടി ആയി തുടങ്ങിയപ്പോൾ വീണ്ടും ഷൂട്ട് തുടങ്ങുന്നു. അവിടെയാണ് ശരിക്കും ഈ സിനിമയുടെ തലവര മാറി തുടങ്ങിയത്. ഇസബെല്ല എന്ന കുട്ടിയുടെ കഥാപാത്രം ചെയ്യാൻ ആദ്യം തീരുമാനിച്ച കുട്ടി ഒരുപാട് വലുതായതും പിന്നെ വീണ്ടും ആ കൊച്ചിനെ മാറ്റി വേറൊരു കുട്ടിയെ കാസ്റ്റ് ചെയ്തതുമെല്ലാം പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്ന രാജുവേട്ടൻ സ്ക്രിപ്റ്റൊക്കെ മാറി പുതിയ സ്ക്രിപ്റ്റ് ആയപ്പോൾ പടത്തിൽ നിന്ന് എസ്കേപ്പ് ആയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ലാലേട്ടൻ എന്ന ഒറ്റ ഫാക്ടറിയിൽ മാത്രമായി ചുരുങ്ങി ബാറോസ് എന്ന സിനിമ. ഗുരു സോമസുന്ദരത്തിനെയും നമ്മുടെ ആന്റണി പെരുമ്പാവൂരിനെയും മാറ്റി നിർത്തിയാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമുക്ക് കണക്ട് ആവുന്ന ഒരൊറ്റ താരം പോലും ഒരൊറ്റ ആക്ടർ പോലും ആ സിനിമയിലില്ല. ഇതൊക്കെ ആണെങ്കിലും ഈ പടം ടെക്നിക്കലി ടോപ്പ് നോച്ച് ആണ്. അതിപ്പോ ലാലേട്ടന്റെ സംവിധാനമായാലും സന്തോഷ് ശിവന്റെ ക്യാമറ ആയാലും കിഡുവായിരുന്നു. പടത്തിലെ 3D എഫക്റ്റും കിഡുവായിരുന്നു. ആ കണ്ണാടി പോലും ഞാൻ മാറ്റിയിട്ടില്ല. ശോഭയ്ക്ക് തമാശ ശരിക്കും മനസ്സിലായില്ല അല്ലേ? പക്ഷേ എന്തൊക്കെ കിടുവായാലും പടത്തില് ആളുകളെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും വേണ്ടേ? അങ്ങനെയൊന്ന് ഈ പടത്തിൽ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ഒരു ബിലോ ആവറേജ് സ്ക്രിപ്റ്റ് ആയിപ്പോയി പടത്തിന്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പോലും ഈ പടം അധികം വർക്കായില്ല. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങിപ്പോയി. പിന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും
ഒരു സിനിമയിൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെ പേരില്ലാതെ ഒരു സിനിമ വരുന്നത്. അതിപ്പോ പോസ്റ്ററിലായാലും സിനിമയിലായാലും ആരാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. രഹസ്യം ലാലേട്ടനോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേർച്ചു. ഈ സിനിമയുടെ എക്സാക്ട് ബഡ്ജറ്റും ഇതുപോലെ മണ്ണിൽ അടിയാൻ പോകുന്ന മറ്റൊരു രഹസ്യമാണ്. എങ്കിലും പല സോഴ്സുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് റീഷൂട്ട് ഉൾപ്പെടെ ഏകദേശം 100 കോടിയോളം രൂപയാണ് ബറോസിന്റെ ബഡ്ജറ്റ് എന്നാണ്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊരു 20 കോടി രൂപയിൽ താഴെ തീർത്ത പടമാണെങ്കിൽ പോലും പടം നഷ്ടമാണ്. കാരണം അത്രയും പരിതാപകരമായിരുന്നു ബാറോസിന്റെ ബോക്സ് ഓഫീസിലെ അവസ്ഥ. എന്തായാലും ലാലേട്ടൻ ഒരു മോശം ഡയറക്ടർ അല്ല. ഒരു പക്ക മാസ് പടം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കളർഫുൾ എന്റർടൈനറായി പുള്ളി വന്നാൽ അന്ന് മലയാള സിനിമ മനസ്സിലാക്കും മോഹൻലാൽ എന്ന സംവിധായകന്റെ പവർ. വരട്ടെ, വരണം. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയതും തൃപ്തിപ്പെടുത്താതെ പോയതുമായ ചില സിനിമകൾ. ഇതൊന്നും കൂടാതെ ആദ്യം പറഞ്ഞ പോലെ ഡിസംബറിന്റെ ആദ്യ നാളുകളിൽ കുറച്ച് പടങ്ങൾ വന്നു പോയിരുന്നു. ബേൺ, ഭാരതപ്പുഴ, കള്ളം, ജീവൻ, രുധിരം, ശ്വാസം എന്നിവയായിരുന്നു ആ പടങ്ങൾ. ഇതില് രുധിരമൊക്കെ കിടിലം മേക്കിങ്ങിൽ വന്ന പടമായിരുന്നു. രാജ്ബി ഷെട്ടിയുടെ കിടിലം പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെയും സ്ക്രിപ്റ്റ് എന്നൊരു സാധനം അതിൽ ഇമ്പാക്ട് കൊടുക്കാതെ പോയി. എന്ത് തന്നെയായാലും എല്ലാ ക്രിസ്മസ് സീസണുകളും പോലെ ഈ വർഷവും മലയാള സിനിമയ്ക്ക് ക്രിസ്മസ് സിനിമകൾ ഗുണമുണ്ടാക്കി പോയി. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.